കൊല്ലംകൊട്ടാരക്കര മുക്കോണിമുക്കിൽ അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി പാഞ്ഞു കയറി 3 പേർക്ക് ദാരുണാന്ത്യം. ഹരിലാൽ, അജയൻ, പാർത്ഥിപ് എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 5 പേർ തിരുവനന്തപുരത്തും കൊട്ടാരക്കരയിലുമായി ചികിത്സയിലാണ്. നിയന്ത്രണം വിട്ട ലോറി റോഡരികിൽ ബസ് കാത്തു നിന്നവർക്ക് ഇടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. അപകട സ്ഥലത്ത് നിന്ന് കണ്ണനായർ തയ്യാറാക്കിയ റിപ്പോർട്ട് ആദ്യം കാണാം. ഞാൻ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്നായിരുന്നു അമ്പലപ്പുറത്ത് സൈഡിൽ നിന്ന് പെട്ടെന്ന് ടിപ്പർ വന്ന് ഒറ്റ ഇടിയായിരുന്നു. അവിടെ ഒരു ബുള്ളറ്റ് അങ്കിളിനെയും തെറിപ്പിച്ചുകൊണ്ട് ആ വണ്ടിയിലോട്ട് ഇങ്ങനെ ഇടിക്കുമായിരുന്നു. ഭയങ്കര സ്പീഡെന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത അത്രയ്ക്ക് സ്പീഡ്. ഞാനൊക്കെ ഒരു ചേച്ചിയുടെ കൂടെ അങ്ങ് ഓടിപ്പോയി, അല്ലെങ്കിൽ ഞാനും പോയേനെ. പല കുടുംബങ്ങളുടെയും പ്രതീക്ഷകൾ നഷ്ടമാക്കിയ ഒരു അപകടം. 7:20 വരെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജംഗ്ഷൻ വളരെ ശാന്തമായിരുന്നു. അമിത വേഗത്തിലെത്തിയ ഒരു ടിപ്പർ ലോറി എനിക്ക് പിന്നിൽ കാണുന്ന ആ പ്രദേശത്തേക്ക് എത്തുകയും അവിടെ പാഞ്ഞു കയറുകയുമായിരുന്നു. അങ്ങനെ 3 പേരുടെ ജീവൻ നഷ്ടമായി. ഈ ടിപ്പർ ലോറിക്ക് മുന്നിൽ ഒരു ബൈക്ക് യാത്രക്കാരനുണ്ടായിരുന്നു. ആദ്യം ബൈക്ക് യാത്രക്കാരനെ ആ ടിപ്പർ ലോറി ഇടിക്കുന്നു. അതിനുശേഷം നിയന്ത്രണം വിട്ട് നേരെ ഈ കടയിലേക്ക് പാഞ്ഞു കയറുകയാണ്. ഈ കടയുടെ ഭാഗത്താണ് യാത്രക്കാരായിട്ടുള്ള 12 പേർ ഉണ്ടായിരുന്നത്. അതിൽ 8 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതിൽ 3 പേർ മരണപ്പെട്ടു. അജയൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ദാരുണമായിട്ടുള്ള ഒരു സംഭവം, അപകടമുണ്ടായത്, മരണമുണ്ടായത്. അദ്ദേഹം ഈ സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് വാഹനം പാഞ്ഞു കയറി അദ്ദേഹത്തിന് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധിക്കാത്തൊരവസ്ഥ. ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ മകൾ അച്ഛൻ മരണപ്പെടുന്നത് നേരിട്ട് കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സ്ഥിതി ഉണ്ടായി. മൊത്തത്തിൽ 12 പിള്ളേരുണ്ടായിരുന്നു. സ്കൂൾ പിള്ളേരായിരുന്നു മൊത്തം. അതിനകത്ത് ശ്രീവസിനകത്ത് പോകുന്ന പിള്ളേരെ കണ്ടായിരുന്നു. അപ്പൊ അത് ശ്രീവസം വരുന്നേ ഉള്ളായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ടിപ്പർ വന്ന് പെട്ടെന്ന് നല്ല സ്പീഡിലാണ് വന്നത്. ടിപ്പർ നല്ല സ്പീഡിൽ വന്ന് ഇവിടുന്ന് അങ്ങ് മറിയുമായിരുന്നു. അതിന് ആ ബുള്ളറ്റ് വന്ന് ഇടിച്ച് ആ ടിപ്പറും പോയി അങ്ങ് ഇടിച്ച് അങ്ങനെ 2 പിള്ളേരെയും കൊണ്ട് ഞാൻ അങ്ങ് ഓടി. യാതൊരു ഫിറ്റ്നസും ഇല്ലാത്ത ടിപ്പർ അതിൽ നിറ ലോഡായിരുന്നു. ആ ലോഡ് നേരെ ആ ചെമ്മണ്ണ് നേരെ ഈ കുട്ടികളുടെയും മുതിർന്നവരുടെയും മുകളിലേക്ക് വീഴുകയാണ്. നാട്ടുകാരും മറ്റ് ആൾക്കാരും ചേർന്നാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. ആദ്യം മണ്ണ് മാറ്റി പല ആൾക്കാരെയും പുറത്തേക്കെടുത്ത് ഇട സമയത്ത് അതിവൈകാരികമായിട്ടുള്ള ഒരു രംഗമുണ്ടായിരുന്നു. പാർത്ഥിപ് എന്ന് പറയുന്ന കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ ശരീരം ശിഥിലമായ ഒരു അവസ്ഥയിലായിരുന്നു. ആദ്യം ആരാണ് എന്ന് പോലും തിരിച്ചറിയാൻ സാധിച്ചില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പാർത്ഥിപാണ് മരണപ്പെട്ടത്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, കാർമൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ആ കുഞ്ഞാണ് മരിച്ചതെന്നുള്ള വിവരം ലഭിക്കുന്നത്. മിതമായ വേഗതയും ഓവർലോഡും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ സ്കൂൾ ടൈമിൽ ഇത്തരം വണ്ടികൾ ഓടിക്കരുതെന്ന് നിയമം നിലനിൽക്കുമ്പോൾ പോലും ഇത്തരം നാടിനെ നടുക്കിയ ഒരു അപകടത്തിലേക്ക് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് ഉദ്യോഗസ്ഥരത് കൃത്യമായി ശ്രദ്ധിച്ച് അതിൽ ഇടപെടണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എത്രയോ കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ടില്ലാതാവുന്നതേ. JCB ഉപയോഗിച്ച് ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായും മാറ്റി അതിനുശേഷമാണ് അപകടത്തിൽപ്പെട്ടവരെ ഇവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാധിച്ചത്. അതിൽ 3 പേരാണ് മരണപ്പെട്ടത്. ഹരിലാൽ അധ്യാപകനാണ്, അജയൻ KSRTC ജീവനക്കാരനാണ്, പാർത്ഥിപ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അങ്ങനെ 3 പേർ മരിച്ചു. അതുപോലെ തന്നെ 2 കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലോറി ഡ്രൈവറുടെ പരിക്കും ഗുരുതരമാണ്. അദ്ദേഹത്തെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് 2 കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് 2 തരത്തിൽ പാസ് കൊടുക്കാം. ഒന്ന് മൈനിങ് ആൻഡ് ജിയോളജി കൊടുക്കാൻ പറ്റും, ഒന്ന് പഞ്ചായത്തിന് 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള സ്ഥലം പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. മൈനിങ് ആൻഡ് ജിയോളജി ഈ വണ്ടിക്ക് പാസ് കൊടുത്തിട്ടില്ല. കാരണം അവർ ഈ സീസൺ തുടങ്ങി കഴിഞ്ഞിട്ട് ആർക്കും തന്നെ മണ്ണെടുക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. പക്ഷെ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അതിവൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മകന്റെ ഷൂ തേടിയെത്തിയ അച്ഛൻ നവനീതല്ലേ, മോനെങ്ങനെയുണ്ട് അവസ്ഥ? മോനിപ്പോൾ കുഴപ്പമില്ല, ചെറിയൊരു വേദന മാത്രമേ ഉള്ളൂ. മുഖത്തൊരു ചെറിയ മുറിവുണ്ട്. പക്ഷേ ആളാകപ്പാടെ പേടിച്ച് അപ്സെറ്റായി പോയി, ചെറിയ പനി പോലെ ആയിപ്പോയി. മോനും ഇല്ല, ഞാൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ബസ് പോകുന്നവരെ ഞാൻ കാത്തു നിൽക്കുക, എല്ലാ ദിവസവും പതിവുള്ളത്. അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് നിലവിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ക്യാമറമാൻ ഷനോസ് പരീതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. ദൃക്സാക്ഷികളടക്കം അതിഥികളുണ്ട്. ഇപ്പോൾ ബിന്ദു കൃഷ്ണ, മന്ത്രി, കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയാണ്, നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ക്ഷണനേരം കൊണ്ടാണ് 3 കുടുംബങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായത്. മിനിസ്റ്റർ ആ സമയത്ത് തന്നെ അവിടേക്ക് എത്തുകയും ചെയ്തു, നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തു. വലിയൊരു ദുരന്തമാണ്. ഒരുപക്ഷെ നമ്മൾ ആ ദുരന്തത്തിന് ശേഷം പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ആ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനാണ് മുൻകരുതൽ നൽകിയത്. പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ നോക്കുമ്പോൾ വലിയ തോതിലുള്ള വീഴ്ച ഈ സിസ്റ്റത്തിന്, സംവിധാനത്തിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് മിനിസ്റ്റർക്ക് അതിനുശേഷം ഈ ടിപ്പറുമായി ബന്ധപ്പെട്ടും ഈ അപകടവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ? ശരിയായ നിരീക്ഷണമാണ് അത്. അതിദാരുണമായൊരു സംഭവം കേട്ടുകൊണ്ടാണ് ഇന്നത്തെ പുലർച്ചയിൽ നമ്മൾ ജീവിതത്തിലേക്ക് വന്നത്. 3 പേരുടെ ജീവൻ, അതിലൊരു കുഞ്ഞാണ്. മറ്റ് 2 പേർ ഒരു അവിടെ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനടക്കം, KSRTC ജീവനക്കാരനടക്കം 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അവരുടെയൊക്കെ ബോഡി ചെന്ന് കണ്ടപ്പോൾ
വലിയ വേദനയായിരുന്നു. രക്തത്തിൽ കുളിച്ചുള്ള ശരീരം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു കുട്ടി ഇപ്പം ആദ്യം കൊട്ടാരക്കര ആശുപത്രിയിലും തുടർന്ന് കൊല്ലത്ത് മെഡിസിറ്റിയിലും അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി, 2 കുഞ്ഞുങ്ങളുടെ ഒട്ടും ബുദ്ധിമുട്ടില്ല, ഈശ്വരൻ അനുഗ്രഹിച്ച് ചെറിയ മുറിവുകളുമായി അവർ ഓക്കെ ആണെങ്കിൽ അവർ അനുഭവിച്ച ട്രോമയിൽ നിന്ന് മാറിയിട്ടില്ല. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് നിയമമുണ്ട് സംസ്ഥാനത്തെ, രാജ്യത്ത്, പക്ഷേ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പോവുകയാണ്. നിയമങ്ങൾ നടപ്പിലാക്കുന്നോ എന്ന് ഉത്തരവാദപ്പെട്ടവർ എല്ലാ ബന്ധപ്പെട്ട വകുപ്പുകളിലും നോക്കാൻ ഉത്തരവാദപ്പെട്ടവരുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. സമയബന്ധിതമായി പരിശോധനകൾ നടത്തുകയും തെറ്റുകൾ തിരുത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. ഇതിൽ ഏറ്റവും വിചിത്രമായി തോന്നിയത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് ഈ വണ്ടിയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, അതിന് പരിശോധനയ്ക്കായി വണ്ടി എത്തിക്കുന്നത്. എല്ലാം ഫിറ്റായി വണ്ടി കൊടുത്തു. ഇന്ന് ഞങ്ങളവിടെ കണ്ട അതേ വണ്ടി ടയറാണെ തേഞ്ഞൊട്ടിയിരിക്കുന്നു. അതിൻ്റെ മറ്റ് പല പാർട്സും തുരുമ്പെടുത്തൊക്കെ ഇരിക്കുന്നത് കാണാൻ കഴിയും. നമ്മളൊന്നും അതിൻ്റെ വിദഗ്ധരല്ല എങ്കിൽ പോലും കാണുമ്പോൾ മനുഷ്യനെ തിരിച്ചറിയുമല്ലോ. എന്ത് സിസ്റ്റത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഈ വണ്ടിക്ക് ഫിറ്റ്നസ്സിന് പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാ കാര്യവും നോക്കേണ്ടതല്ലേ? അപ്പോൾ അവിടെ കൂടി ചിലർ പറഞ്ഞു പരിശോധനയ്ക്ക് നല്ല ടയറൊക്കെ ഇട്ട് എത്തിക്കും, ഇത് കഴിഞ്ഞെടുത്ത് പഴയ ടയർ ഇടുമെന്ന്. അങ്ങനെയാണ് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തേണ്ടതിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അതുപോലെ തന്നെ ഈ ഡ്രൈവർ, വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ ഹെവി വണ്ടി അടുത്ത കാലത്തൊന്നും ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ലൈസൻസ് ഇല്ല. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഓരോരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ വീഴ്ചകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ട്. ഈ വീഴ്ചകളുടെ പരമ്പര കൊണ്ട് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അപകടങ്ങളെ. അതോടൊപ്പം തന്നെ നേരത്തെ 8:30 മണി തൊട്ടാണ് സ്കൂൾ കുട്ടികൾ ഇറങ്ങുന്ന സമയത്ത് ഇത്തരം വലിയ ഭാരമേറിയ വാഹനങ്ങൾ പോകരുതെന്ന് നിഷ്കർഷമുള്ളൂ. അത് നേരത്തെ അത് മുന്നേ ആക്കണം. 7 മണിയാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും ട്യൂഷനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പഠന ആവശ്യത്തിനായി പുറത്തേക്ക് ഇറങ്ങും. അതുകൊണ്ട് അത് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അതും പരിശോധിച്ച് നടപടി പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം പരിശോധനകൾ സ്വാഭാവികമായിട്ടും MVയുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ട്രാഫിക് സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന്. പക്ഷേ ഈ വാഹനങ്ങളൊന്നും തൊടുന്ന പോലുമില്ല. ഈ 8:30 എന്ന് പറയുന്ന പോലും മിനിസ്റ്റർ മനസ്സിലാക്കിയല്ലോ. സ്വാഭാവികമായും 8:30-ക്കൊന്നും അല്ല കുഞ്ഞുങ്ങൾ ആരും സ്കൂളുകളിലേക്ക് പോകുന്ന, അതിരാവിലെ പോകുന്ന ആളുകളാണ്. ഈ പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങൾ, കൊല്ലം ആയാലും എല്ലാ സംസ്ഥാനത്തെ ഗ്രാമപ്രദേശങ്ങളൊക്കെ. അപ്പോൾ ഈ പരിശോധിക്കേണ്ട, അവർ തൊടുന്നത് പോലുമില്ല ഈ വാഹനങ്ങളെ. ആലോചിക്കണം, ഇത്രയും നാളായിട്ട് മൊട്ടത്തോടിന് ഇതിലും വലിയ കട്ടിയുണ്ട് ആ ടയറിന്റെ. ആ രീതിയിലുള്ള ടയർ ഇട്ട് പോകുമ്പോൾ സാമാന്യ ബോധമുള്ള കണ്ണുള്ളവനാർക്കും കാണാം. അപ്പോൾ ഇവരെയൊന്നും തൊടാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ പോലീസായാലും MVD-യൊക്കെ? അത് ആരായാലും എന്തിൻ്റെ പേരിലാണ് ഇതൊക്കെ തൊടാതെ പോകുന്നത്? കൺമുന്നിൽ കാണുന്ന നിയമലംഘനങ്ങളെ കണ്ണടച്ചുകൊണ്ട് പിന്തുണയ്ക്കുന്ന ആ സിസ്റ്റം ഇനി എത്ര വലിയ സിസ്റ്റമായാലും ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. നിർബന്ധമായി ഇത്തരം കാര്യങ്ങൾ കർശന നടപടി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായി സംസാരിച്ച് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ ഞങ്ങൾ അവിടെ പോയി കണ്ടതിന് ശേഷം മുഖ്യമന്ത്രിയും കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടലുണ്ടാകും. കൃത്യമായ പരിശോധനകളും കൃത്യമായ ഉറപ്പുവരുത്തലുകളും നടത്തിക്കൊണ്ട് തന്നെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഒരു നിയമവും ഇതിൻ്റെ ആപത്ത്, ആക്സിഡന്റ് അല്ലാതെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മനസ്സിലാക്കാം. പക്ഷെ ഇതല്ല, ഇത് മാൻമെയ്ഡ് ആക്സിഡന്റ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഇത് ആവർത്തിക്കാനുള്ള കർശനമായ നടപടി സർക്കാർ എടുക്കും. മിനിസ്റ്റർ ശ്രദ്ധയിൽ കൂടി പെടുത്തുകയാണ്. കാരണം ഈ ടിപ്പറൊക്കെ പോകുമ്പോൾ ഇവരുടെ ഉടമകളുമായിട്ടുള്ള ബന്ധം നമ്മൾ ഇതിനെ സംഭവത്തിന് ശേഷം അന്വേഷിക്കുമ്പോൾ ഈ DYSP റാങ്കിൽ ഉള്ള ആളുകളുമായിട്ടാണ് ഇവർക്ക് ഈ ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ താഴേക്കൂടെയുള്ള പോലീസുകാർ ഭയപ്പെടുകയാണ്. ഇവരെ തൊടാൻ ഒരു പരിശോധന കർശനമാക്കണം. മറ്റൊന്ന് ഈ ജിയോളജി വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ജിയോളജി വകുപ്പ് ലൈസൻസ് നൽകില്ല എന്ന് പറയുമ്പോൾ തദ്ദേശ വകുപ്പ് അവിടെ ലൈസൻസ് ഈ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്ന നിലയ്ക്ക്, നേരിട്ടവിടെ കാര്യങ്ങൾ പോയി കണ്ട വ്യക്തി എന്ന നിലയ്ക്ക് ഇനിയുള്ള തുടർ പരിശോധന എങ്ങനെ നടത്താൻ കഴിയുമെന്നാണ് മന്ത്രിക്ക് ഈ ഫ്ലോറിൽ നൽകാനുള്ള ഉറപ്പ്? ജിയോളജി വകുപ്പിന്റെ പരിശോധന ഈ വർഷം അത് കൊടുത്തിട്ടില്ല, പാസ് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അതോടൊപ്പം അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലോറിക്ക് മണ്ണിന്റെ എടുക്കാനുള്ള പാസ് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കൊടുത്തിരിക്കുകയാണെന്നേ. ആ കൊടുത്തിരിക്കുന്നതിന് ഒപ്പില്ല, വണ്ടിയുടെ നമ്പർ ഇല്ല, പിന്നെ എന്തൊരു പാസ്സാ? അപ്പോൾ ഇതെല്ലാം ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില ഒത്തുകളികൾ ഉണ്ട് എന്ന് തീർച്ചയായും സംശയിക്കുന്നു. അത്തരം ഒത്തുകളികളൊന്നും വെച്ച് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു ജീവൻ പോലും ഇത്തരം ആളുകളുടെ സ്വാർത്ഥ ചിന്തയുടെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ സങ്കുചിത താല്പര്യങ്ങളും സങ്കുചിത നേട്ടങ്ങളും ഒക്കെ കാണും. അതിനുവേണ്ടി മറ്റുള്ളവരുടെ ജീവിതം ബലികഴിക്കാൻ കഴിയില്ല. നിയമത്തിൻ്റെ വഴിക്ക് കൃത്യമായി കൊണ്ടുപോകും. തീർച്ചയായും വളരെയധികം നന്ദി. തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ സമയത്ത് ജോയിൻ ചെയ്ത്
കാര്യങ്ങൾ വ്യക്തമാക്കുകയും നടപടി നിർദ്ദേശം ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ മന്ത്രി ബിന്ദു കൃഷ്ണയാണ് നമ്മോടൊപ്പം ചേർന്നത്. ഇനി നമുക്ക് നമ്മുടെ പ്രതിനിധികളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട സംഭവത്തിന് ശേഷം ഈ വിദഗ്ധ ചികിത്സ വേണ്ടുന്ന ആളുകളെയൊക്കെ തന്നെ അതിൽ ഒരു കുട്ടിയെ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കി ഇനി ചികിത്സയിലുള്ള ആളുകളുടെ കാര്യം, അപകടത്തിൽ മരണപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഒക്കെ തന്നെ നടപടികൾ പൂർത്തിയായി വരുന്നുണ്ട്. അതിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ കൂടി ചേരുന്നുണ്ട്. നിതിൻ തോമസിലേക്ക് പോവുകയാണ്. ആദ്യം നിതിൻ, എന്താണിപ്പോൾ നമുക്ക് ഈ അപകടത്തിന് ശേഷം അവിടെയുള്ള പരിശോധനകൾ അത് പുരോഗമിക്കുന്നുണ്ട് ഒരു വശത്ത്, പിന്നീട് ആരോഗ്യാവസ്ഥ ഈ ബാക്കി അപകടത്തിൽപ്പെട്ട 5 പേരിൽ ഒരു കുട്ടിയെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ സ്ഥിതി, ആരോഗ്യസ്ഥിതി ആ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ പര്യാപ്തമാണോ? എങ്ങനെയാണ് ഡോക്ടർമാരുടെ അറിയിപ്പ് എന്താണ് ഒടുവിലത്തെ? പ്രജീഷ്, 3 പേർക്കാണ് ജീവൻ പൊലിഞ്ഞത്. ആ 3 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. പോസ്റ്റ്മോർട്ടം ഒരു 3:30-4 മണിയോട് കൂടി തന്നെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ച് അത് അവസാനിക്കുമെന്നാണ് നമ്മളോട് സ്ഥലം MLA കൂടിയായ KN ബാലഗോപാൽ അറിയിച്ചത്. അതുപോലെ ഈ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 2 കുട്ടികളാണ് ചികിത്സയിലുള്ളത്. നവനീത് കൃഷ്ണൻ 13-കാരൻ, അതുപോലെ തന്നെ 15 വയസ്സുള്ള ജിബി 2 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഒപ്പം കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് മറ്റു 3 പേരെ പ്രവേശിപ്പിച്ചിരുന്നത്. കൗശിക്, അതുപോലെ തന്നെ ടിപ്പർ ഡ്രൈവറായ നിസാം, പിന്നെ ഒരു വിദ്യാർത്ഥി ഋഷഭ്. അപ്പം ഇതിൽ കൗശിക് എന്ന വിദ്യാർത്ഥിയെ മാത്രം മെഡിസിറ്റിയിൽ നിന്നും അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം ടിപ്പർ ഡ്രൈവർ നിസാമിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി. ഒപ്പം ഈ ഋഷഭ് എന്ന വിദ്യാർത്ഥി ഇപ്പോൾ നിലവിൽ മെഡിസിറ്റിയിൽ തന്നെ വിദഗ്ധ പരിചരണത്തിലാണ്. പാർത്ഥിബ്, അജയൻ ആചാരി, ഹരിലാൽ എന്നിവരായിരുന്നു ഈ ദാരുണ സംഭവത്തിൽ മരണമടഞ്ഞത്, ജീവൻ പൊലിഞ്ഞത്. ഇവരുടെ 3 പേരുടെയുമാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഒപ്പം ഈ അജയൻ ആചാര്യയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ പൂർത്തീകരിച്ച് സംസ്കാര ചടങ്ങുകൾ ഇന്ന് തന്നെ നടത്താനുള്ള നടപടിയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങി പോകാനുള്ള ആംബുലൻസ് അടക്കം ഇവിടെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. പാർത്ഥിബും അതുപോലെ തന്നെ ഹരിലാലും. പാർത്ഥിബ് എന്ന് പറയുന്ന സ്റ്റെഫിൻ, അങ്ങനെ ഒരുപാട് ഈ വീഴ്ചകളുടെയൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തെളിവായി മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ടിപ്പറിൻ്റെ ഓട്ടം സംബന്ധിച്ച് ഇനി കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ പോകണം. ഡ്രൈവർ ചികിത്സയിലാണുള്ളത്. മാത്രമല്ല പരിശോധന, ഈ സംഭവത്തിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് വരുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ മേഖലയുടെ ഗ്രാമപ്രദേശമാണ്. സ്റ്റെഫിനും അറിയാം, സ്റ്റെഫിൻ ഈ പ്രദേശത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ആ മേഖല, ഗ്രാമപ്രദേശം, മലയോര മേഖലയിലൊക്കെ ഈ ടിപ്പറിൻ്റെയും മണ്ണെടുപ്പും അവിടെ പ്രവർത്തിക്കുന്ന കോറികളുണ്ട്. അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ, ഇതുപോലെ വലിയ വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ വലിയ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. എന്താണിപ്പോൾ ഈ വകുപ്പുകൾ, ഗതാഗത മന്ത്രിയൊക്കെ ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ടോ? എന്താണ് സ്റ്റെഫിൻ ഇന്ന് ഈ ദിവസം ഈ ഉച്ചവരെയുള്ള അവിടെയുള്ള കാര്യങ്ങൾ, സംഭവവികാസങ്ങൾ നോക്കിയപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് പരിശോധന അടക്കമുള്ള കാര്യങ്ങളിൽ? പ്രജീഷ്, നമ്മുടെ നിരത്തുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന എത്രത്തോളം പാളുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നടന്നിരിക്കുന്ന അപകടം. കാരണം ഈ വാഹനത്തെ സംബന്ധിച്ച് 17 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. 2024 ആ വാഹനത്തിന്റെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടു. അതിനുശേഷം 2 വർഷം ഈ വാഹനം ഓടിയത് യാതൊരു തരത്തിലുള്ള ഫിറ്റ്നസ്സും ഇല്ലാതെയാണ് എന്നുള്ളതാണ് ഗൗരവതരമായിട്ടുള്ള കാര്യം. ഒപ്പം എടുത്തു പറയേണ്ടത്, ഈ വാഹനം പലപ്പോഴും പോലീസും മോട്ടോർ വാഹന വകുപ്പും പിടിക്കുകയും ചെയ്തു. ആ പിടിക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ ഈ വാഹനത്തിന് ഫിറ്റ്നസ് ഇല്ല, ഈ വാഹനത്തിന്റെ അവസ്ഥ ഇതാണ്. ഇന്ന് തന്നെ നമ്മൾ ആ വാഹനം അപകടത്തിൽപ്പെട്ട സമയത്ത് അതിന്റെ ടയറിന്റെ ഒക്കെ അവസ്ഥ കണ്ടു. ഇത്രയധികം ലോഡുമായി ഒരു ഇറങ്ങി വരുന്ന വാഹനത്തിന്റെ ടയറിന്റെ അവസ്ഥയാണ് ആ മുട്ടയായി കണ്ടത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒരു വീഴ്ച ഈ പരിശോധനയിലെല്ലാം തന്നെ ഈ വാഹനത്തിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല, അത് വ്യക്തമാണ്. ഇനി എന്തുകൊണ്ട് ഈ വീഴ്ച ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിൽ വകുപ്പ് തലത്തിൽ, സർക്കാർ തലത്തിലുള്ള അടിയന്തര ഇടപെടൽ വേണം. അത് എവിടെയാണ് എന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, മോട്ടോർ വാഹന വകുപ്പിന് പരിശോധന നടത്താൻ കൃത്യമായ തോതിൽ ഉദ്യോഗസ്ഥരില്ല. ഉദ്യോഗസ്ഥ ക്ഷാമം വല്ലാത്ത തോതിൽ ഈ ഒരു വകുപ്പിനെ അലട്ടുന്നുണ്ട് എന്ന കാര്യവും ഉറപ്പാണ്. അത് നമ്മൾ പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. മുൻപ് ഈ കാര്യങ്ങളെല്ലാം തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അന്നും
പുതിയ മന്ത്രി പറഞ്ഞൊരു കാര്യം ഇത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള കാര്യമാണ് എന്നുള്ളതാണ്. മോട്ടോർ വാഹന വകുപ്പിനെ ഉടച്ചു വാർക്കാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകില്ല. പലപ്പോഴും ഈ ഒരു പേരിന് മാത്രമായി ചെക്കിംഗ് ഒതുങ്ങി പോകുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ടാണ് 2024 മുതൽ പലപ്പോഴും നമ്മൾ വിചാരിച്ചു ആ വാഹനം ഒരുപക്ഷെ ഒതുക്കിയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ പൊളിക്കാൻ കൊടുത്തിരിക്കുകയോ ഒക്കെയാണ് എന്നുള്ളതാണ് രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ചെല്ലാൻ കൃത്യമായി പരിശോധിക്കുമ്പോൾ 36 ചെല്ലാനുകളാണ് ഈ വാഹനത്തിനുള്ളത്. കൃത്യവിലോപം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെ ഭാഗത്ത് ഈ അപകടത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ട്, അത് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ നോക്കുമ്പോൾ ഈ സംവിധാനങ്ങൾ അതിന് ശേഷിയില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന് പറയുമ്പോഴും പൊലിയുന്നത് ജീവനാണെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം. അപ്പോൾ കാര്യശേഷി വർദ്ധിപ്പിക്കണം. പക്ഷേ അവിടെ പോലീസുണ്ട്, നമുക്ക് ട്രാഫിക് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ണടയ്ക്കുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. ഇപ്പോൾ അഞ്ജലി ഈ സംഭവം നേരിട്ട് നോക്കിക്കണ്ട, വളരെ ഞെട്ടലിപ്പോഴും മാറാത്ത അഞ്ജലി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അഞ്ജലി, ഈ ദാരുണ സംഭവം കണ്ട അല്ലെ കൺമുന്നിൽ കണ്ടതാണ്, ആ അപകടം ക്ഷണനേരം കൊണ്ട് കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴും ആ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. 3 ജീവനുകൾ പൊലിഞ്ഞു. ഇപ്പോഴും ഒരിക്കൽ കൂടി ആ സംഭവം ഒന്ന് ഓർത്തെടുത്താൽ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? കൺമുന്നിലെല്ലാം അങ്ങനെ തകിടം മറിയുന്ന രീതിയിലാണോ മിന്നി മാഞ്ഞു പോയത്? അതെ, ഇതുവരെ അതെനിക്കത് മറക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു സംഭവം എന്ന് പറയുന്നത് 7:05-നും 7:10-നും ഇടയിലുണ്ടായതാണ്. കാരണം 7:10-നാണ് ഞങ്ങൾക്ക് പോകേണ്ട ശ്രീവാസം ബസ് വരുന്നത്. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ടാണ് ഞാൻ ജംഗ്ഷനിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ തന്നെ കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടി 10-12 പിള്ളേരുണ്ടായിരുന്നു അവിടെ. അപ്പം ഞങ്ങളെല്ലാം കൂടെ അവിടെ നിൽക്കുമായിരുന്നു. ഞാൻ കുറച്ച് അങ്ങ് ദൂരം മാറി അങ്ങോട്ടാണ് നിന്നത്. കാരണം ബസ് അങ്ങോട്ടാണ് വന്ന് നിൽക്കുക. ആ വളവിൻ്റെ അവിടെ നിൽക്കാതെ കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലോട്ടാണ് ബസ് വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ ഞങ്ങളങ്ങോട്ട് നീങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ ടിപ്പർ നമ്മൾ അമ്പലപ്പുറത്ത് നിന്ന് ഇങ്ങനെ നല്ല ഓവർ സ്പീഡായിട്ടായിരുന്നു വന്നത്. ഓവർ സ്പീഡായിട്ട് വന്ന് ആ വളവിൻ്റെ അവിടെ എത്തിയപ്പോൾ ആ വളവിൻ്റെ കൂടെ തന്നെ അതങ്ങ് മറിഞ്ഞ് ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ടായിരുന്നു വീണിരുന്നത്. ആ ലോറിയും ടിപ്പറും ആ മണ്ണെല്ലാം കൂടെ ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ടായിരുന്നു വീണത്. ആ സമയത്ത് എൻ്റെ കൂടെ അടുത്ത് 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായിരുന്നു, പെൺകുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഞാൻ അവരെയും കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഓടി അവിടെ നിന്ന് മാറി അങ്ങ്. പിന്നെ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാം. എപ്പോഴത്തെ ഞാൻ പിന്നെ ഫോണെടുത്ത് എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മ വിളിച്ചാൽ പറഞ്ഞു അമ്മ നാളെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എല്ലാവരും വന്ന് പിന്നെ അവിടെ എല്ലാവരും കൂടി എല്ലാവരും ആൾക്കാരൊക്കെ അങ്ങ് വന്നു. അപ്പോഴേ പിന്നെ ഞാനും അനിയനോട് ചേർന്ന് ഫയർഫോഴ്സിനെ ആംബുലൻസിലേക്ക് വിളിച്ച് ഇതേപോലെ ഇന്ന സ്ഥലത്ത് ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും വന്ന് പോലീസും ഫയർഫോഴ്സും ആംബുലൻസും എല്ലാവരും വന്ന് പിന്നെ അപ്പോഴത്തേന് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയൊക്കെ ചെയ്തത്. അഞ്ജലി, ഈ പ്രദേശത്തുകൂടി ഇങ്ങനെ വാഹനങ്ങൾ, ഈ ടിപ്പർ പോലെയുള്ള വാഹനങ്ങൾ ലോഡുമായിട്ട് ഈ സമയത്തൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ പോകാറുണ്ടോ? ഇല്ല, ഇത് അങ്ങനെ പോവാറില്ല. ഇവിടെ അല്ല, ഞാൻ ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. ഇപ്പം ഞാൻ ലീവിനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ഉള്ള ടൈമിൽ അങ്ങനെ ഒന്നും പോകുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഉച്ച ടൈമിൽ ഒരു 10 മണി അങ്ങനെ ടൈമിലൊക്കെയാണ് ഇത് പോകുന്നത് കാണുന്നത്. ഇതെന്താണ് ഇത് ഇത്ര രാവിലെ അങ്ങനെ പോയത് എനിക്കറിയത്തില്ല. എന്തായാലും നല്ല ഓവർ സ്പീഡായിട്ടായിരുന്നു ഈ ലോറി വന്നത്. അവർക്ക് നിയന്ത്രണം വിട്ടതാണെന്നാണ് തോന്നുന്നത്. നിയന്ത്രണം വിട്ട് അതങ്ങ് ആ വളവിൻ്റെ കൂടെ അങ്ങ് ചരിഞ്ഞ് ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തോട്ട് വീഴായിരുന്നു, ആ മണ്ണും ആ ലോറി എല്ലാം കൂടെ. ഈ രക്ഷപ്പെട്ടവരെയൊക്കെ എങ്ങനെയാണ് അവരുടെ അവസ്ഥ? 5 പേര് രക്ഷപ്പെട്ടല്ലോ, അവരെയൊക്കെ പുറത്തേക്ക് എടുക്കാൻ നന്നായിട്ട് പാടുപെട്ട് കാണുമല്ലേ? നല്ല രീതിയിൽ പാടുപെട്ടായിരുന്നു. കുറച്ച് കുഞ്ഞുങ്ങൾ ആ മണ്ണിൻ്റെ അടിയിലായിരുന്നു. ഫ്രണ്ടിൽ മേളിൽ കിടന്നവരെയൊക്കെ ഞങ്ങൾ നാട്ടെല്ലാവരും കൂടെ ചേർന്ന് കുഞ്ഞുങ്ങളെ ഇനി എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. എൻ്റെ കൂടെ രക്ഷപ്പെടുത്തിയൊരു കുഞ്ഞിൻ്റെ അച്ഛനായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കുഞ്ഞോട് നിലവിളിക്കാൻ എൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അവിടെ ഒന്നും വരുത്തത്തില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഫയർഫോഴ്സും JCB ഒക്കെ വന്ന് മണ്ണ് മാറ്റിയൊക്കെയാണ് കുഞ്ഞുങ്ങളെ എടുക്കുകയൊക്കെ ചെയ്തത്. പെട്ടെന്ന് വാഹനങ്ങളൊക്കെ വരാൻ അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക്, തൊട്ടടുത്ത ആശുപത്രിയിലേക്ക് പെട്ടെന്ന് തന്നെ സമയം എടുക്കാതെ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു അല്ലേ ബാക്കി 5 പേരെ? പെട്ടെന്ന് തന്നെ ഞങ്ങൾ കണക്ട് ചെയ്തു. പെട്ടെന്ന് തന്നെ അവരെല്ലാവരും എല്ലാം ചെയ്തു. ഫയർഫോഴ്സ് ആയാലും ആംബുലൻസും എല്ലാം ഓൺ ദ സ്പോട്ടിൽ തന്നെ എല്ലാം ചെയ്തായിരുന്നു. അവരുടെ ഭാഗത്തുനിന്ന് ലേറ്റായിട്ടുള്ള അങ്ങനെ വന്നിട്ടില്ല. അവർ പെട്ടെന്ന് തന്നെ എല്ലാം വന്ന് കാര്യങ്ങളെല്ലാം അവർ എന്നെ മൊത്തവും രക്ഷാപ്രവർത്തനം എല്ലാം നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോയി. ആംബുലൻസിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളെ കയറ്റി വിടുകയും ഒക്കെ ചെയ്തായിരുന്നു. ശ്രീ ഉപേന്ദ്രനാരായണൻ കൂടി ചേരുന്നുണ്ട്. റോഡ് സേഫ്റ്റി വിദഗ്ധനാണ്, റോഡ് സുരക്ഷാ വിദഗ്ധനാണ്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഈ അപകടം നോക്കൂ, അപകടത്തിന് ശേഷമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ നമ്മുടെ സംവിധാനങ്ങളെന്ന് ആലോചിച്ച് പോവുകയാണ്. അതായത് ഈ അടിമുടി വീഴ്ചകളാണ്.
കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ ഫിറ്റ്നസ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്രവർത്തനം നടത്തുന്ന ലോഡുമായി പോകുന്ന ഒരു വാഹനം പിന്നീട് ഇതിൻ്റെ ടയർ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുകയാണ്. ഈ ടയറൊക്കെ ഇട്ട് എങ്ങനെ ഓടുമെന്നുള്ള കാര്യമാണ് ഏറ്റവും അത്ഭുതം. പിന്നീട് എന്താണ്, ഹെവി ലൈസൻസ് ഈ ഡ്രൈവർക്ക് ഇല്ല എന്നുള്ളത്. പിന്നീട് 30-ലേറെ തവണ ചലാൻ അടിച്ചിരിക്കുകയാണ്. അവിടെ ഈ നിയമലംഘനത്തിന് നോട്ടീസ് കിട്ടി, പേപ്പർ കിട്ടിയ ഒരു വാഹനമാണ്. അപ്പോൾ ഈ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഇവിടെ പിഴച്ചുപോയി? അപ്പോൾ ഇവരുടെയൊക്കെ അറിവോടുകൂടി തന്നെയാണോ ഈ വാഹനം ഇങ്ങനെ ഓടിയത്? തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് വളരെ വലുതാണ് കേരളത്തിലെ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിൽ. കാര്യം അവർക്ക് യൂണിഫോം ഉണ്ട്, ശമ്പളമുണ്ട്, പെൻഷനുണ്ട്, നല്ല നല്ല വാഹനങ്ങളുണ്ട്, നല്ല വർക്കിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. എന്നിട്ടും അവർ കമ്മിറ്റഡ് ആയിട്ട് പൊതുജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു പ്രയത്നം പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം ഞാൻ ഈ ഫീൽഡിൽ 10-28 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ റോഡിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. റോഡ് അപകടങ്ങളും ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ടെങ്കിൽ തന്നെയും ഉള്ളവരെ കൊണ്ട് പരമാവധി മാൻ പവർ യൂട്ടിലൈസേഷൻ പ്രോപ്പർ ആക്കുകയും അവർ കമ്മിറ്റഡ് ആകുകയും അവർ സത്യത്തിൽ ഇതിന്റെ ഉത്തരവാദികളാകുകയും വേണം. ഈ പർട്ടിക്കുലർ ആക്സിഡന്റ് ഉണ്ടായ കൊല്ലം റൂറൽ ഡിസ്ട്രിക്റ്റില് പോലീസ് ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ എൻഫോഴ്സ്മെന്റ് RTOയും ഒക്കെ ഇതിന് ഉത്തരവാദികളാകണം. അവർക്ക് ശിക്ഷ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, നോക്കൂ, ഈ വഴിവക്കിൽ നിന്നും പരിശോധന നടക്കാറുണ്ട്. ഹെൽമറ്റ് ഇല്ലാതെ പോകുന്ന ആളുകളെ വളഞ്ഞിട്ട് പിടിക്കുന്നു, മറ്റു വാഹനങ്ങൾ കൈ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ടിപ്പർ പോലെയുള്ള വാഹനങ്ങൾ ഇത്രയധികം കൺമുന്നിലൂടെ പോയിട്ടും അതൊന്ന് തൊടാൻ പോലും കഴിയാതെ പോകുന്നത് എന്താണ്? ഞാൻ ഈ മേഖലയിലുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ രഹസ്യമായിട്ട് ചില ആളുകളെയൊക്കെ വിളിക്കുമ്പോൾ അതിൽ ചില നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ പറയുന്ന RTOമാരും DYSP തലത്തിലുള്ള ഉദ്യോഗസ്ഥരുമായിട്ടാണ് ഇവർക്കൊക്കെയുള്ള ബന്ധം. ഈ ടിപ്പർ ഉടമ, മണ്ണ് മാഫിയമാരുമായിട്ടുള്ള ബന്ധം. അപ്പോൾ മാസപ്പടി എല്ലാ തവണയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റോഡിലുള്ള പാവപ്പെട്ട ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ട്രാഫിക് ഉദ്യോഗസ്ഥരോ തൊടാൻ പേടിയാണ്. അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടുകേൾവി മാത്രമാണോ? ഇതൊക്കെ ഉള്ള കാര്യമാണോ? ഇത് പറഞ്ഞ ശരിയാണ്. കാര്യം ഇപ്പോ ഹെവി ടിപ്പർ ലോറികൾ, അതായത് 1000-800 സ്ക്വയർ ഫീറ്റ് പോലും മെറ്റീരിയൽ കയറ്റി ഓവർലോഡറായിട്ട് വരുന്ന ടിപ്പർ ലോറികൾ തൊടാൻ പാടില്ലെന്നാണ് നിർദ്ദേശം കൊടുത്തേക്കുന്നതെന്നാണ് എന്നോടും ഹൈവേ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു, നോക്ക്, ഈ ടിപ്പർ ലോറിയുടെ മുകളിൽ നിന്നുള്ള കല്ല് പിന്നിലേക്ക് പതിച്ചൊരു പരിക്ക് പറ്റിയാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? സാർ, അത് ഈ വണ്ടിമേ തൊടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അപ്പൊ ഇതൊക്കെ ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലാണ് നിക്ഷിപ്തമാണ് ഈ അധികാരം. അതുകൊണ്ടാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിൽ ടിപ്പർ ലോറികളുടെ പങ്ക് വളരെ വലുതാണ്. അത് എല്ലാ ടിപ്പർ ലോറികളും റോഡ് വർത്തി കണ്ടീഷൻ അല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇന്ന് സംഭവിച്ചത്. അതേപോലെ ഓവർലോഡഡ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിലെ ഏകദേശം 60% ടിപ്പർ ലോറികളും ഓവർലോഡഡ് ആണ്. അത് ഡേഞ്ചറസ് ഓവർലോഡിങ്ങും ഡേഞ്ചറസ് എക്സസീവ് സ്പീഡിങ്ങും അവർ ചെയ്യുന്നുണ്ട്. അവരെ തൊടാൻ പറ്റില്ല. കാര്യം അവരൊക്കെ ഈ 8:30 ഈ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൊല്ലം ഈ പല ജില്ലകളെ തരംതിരിച്ച് നോക്കുമ്പോൾ ഈ ടിപ്പറിന്റെ സമയം നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ഉള്ളതാണ്, നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഈ സംവിധാനമാണ്. അപ്പോൾ ഈ ഓരോ സമയക്രമങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സമയം അനുസരിച്ചാണെങ്കിൽ എന്താണ്, ഇപ്പോൾ തിരുവനന്തപുരം 8 മണി മുതൽ 10 മണി വരെ രാവിലെ, അതിനുശേഷം 3 മുതൽ 4:30 വരെ. കൊല്ലം ജില്ല നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ എടുക്കാം. ഈ സാഹചര്യത്തിൽ 8:30 തൊട്ട് 10 മണി വരെയാണ്. അപ്പോൾ 8:30 അല്ല, കുട്ടികളൊക്കെ രാവിലെ അവർ സ്കൂളിൽ പോവുകയാണ്. പുലർച്ചെ 6 തൊട്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ ബസ് കാത്തു നിൽക്കും. സ്കൂളിൽ പോകുന്ന സമയമാണ് ആ സമയം തൊട്ട്. അവിടെ ഒരു ക്രമീകരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ 8:30-ക്ക് അകം ഈ ലോറികൾ എന്താണ്, ലോഡുമായി പോകുന്ന ലോറികൾ അവർ മണ്ണ് കൂടുതൽ അടിച്ചടിച്ച് അവർ അമിത വേഗത എടുത്തുകൊണ്ടായിരിക്കും മണ്ണടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ടതല്ലേ, പുനഃക്രമീകരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ വളരെ ശരിയായ ഒരു കാര്യമാണ്. കാര്യം ഈ ഡ്രൈവർമാർക്ക് ഓരോ ട്രിപ്പിനാണ് കാശ് കൊടുക്കുന്നത്. ഇപ്പൊ 8:30-ക്ക് കൊല്ലം ജില്ലയിലെ ടിപ്പർ ലോറികൾ ഓടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവൻ 7 മണി തൊട്ടേ ഓവർ സ്പീഡ് തുടങ്ങും. എങ്ങനെങ്കിലും പരമാവധി ട്രിപ്പുകളുടെ എണ്ണം കൂട്ടി കൂടുതൽ കാശ് വാങ്ങാൻ വേണ്ടി. ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടിയാണല്ലോ. അങ്ങനെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും ഇവർക്ക് ഒത്താശ ചെയ്യും. ഇപ്പൊ താങ്കൾ പറഞ്ഞതും ഞാൻ വിഷ്വൽസിൽ കണ്ടതും ആ വാഹനത്തിന്റെ ടയർ ഓടിത്തേഞ്ഞ് മൊട്ടയായി. ഈ ഇത്രയും റോഡിൽ അപകടകാരിയായ ഒരു ടിപ്പർ ട്രക്കിന് പിടിക്കാൻ ആർക്കും പറ്റിയില്ല എങ്കിൽ എന്തിനാണ് നമുക്ക് ഇത്രയും പോലീസ് വാഹനങ്ങൾ? എന്തിനാണ് നമുക്ക് ഇത്രയും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും വാഹനങ്ങളും? അവരുടെ എല്ലാ ആവശ്യങ്ങൾ നടത്താൻ പൊതുജനങ്ങളുടെ ഖജന, ടാക്സ് പേയേഴ്സിന്റെ പൈസയാണ് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവരുടെ ജീവൻ രക്ഷിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റില്ലെങ്കിൽ ഈ പണി ഇട്ടിട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇതെല്ലാം തന്നെ
സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വലിയൊരു വീഴ്ചയുണ്ട്. ഞാൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല, നമുക്ക് അടിയന്തരമായിട്ട് ഒരു അഴിച്ചുപണി വേണം. ഇത്തരം പ്രവണതകൾ തുടരാൻ പറ്റില്ല. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ്, ധാരാളം വണ്ടികളുണ്ട്. കൊട്ടാരക്കര സബ് ഡിവിഷനിലാണെങ്കിൽ കൺട്രോൾ റൂം വെഹിക്കിൾസ് ഉണ്ട്, ട്രാഫിക് യൂണിറ്റിന്റെ വണ്ടിയുണ്ട്, ഹൈവേ പോലീസ് വണ്ടിയുണ്ട്. അപ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിക്കണം ഇത്തരം വണ്ടികളെ നിയന്ത്രിക്കണം. പക്ഷെ അവർക്ക് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ പ്രമാണിമാരുടെ സ്വാധീനം വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് കൊല്ലം റൂറൽ ജില്ല എന്ന് പറയുന്നത്. ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അപകടങ്ങൾ കുറയ്ക്കണമെങ്കിൽ നിർദാക്ഷിണ്യമായുള്ള നടപടികൾ ഉണ്ടാകണം. അത് റോഡിൽ കാണണം. ഇത് കാണുന്നില്ല. റോഡിൽ കാണുന്ന പാവപ്പെട്ട 2 വീലേഴ്സിനെ പിടിച്ചു നിർത്തുക, അവനെ പിഴയടിക്കുക എന്നല്ലാണ്ട് ഈ ടിപ്പർ ലോറികളെ മാതിരിയുള്ള വാഹനങ്ങൾ ദിവസം 2 പേരെ വെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ തടയാനും അവർക്ക് ശക്തമായ ശിക്ഷ കൊടുക്കാനോ ബഹുമാനപ്പെട്ട കോടതികൾക്ക് സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ട DGP ഇതിനകത്ത് ഇടപെടണം, ആഭ്യന്തരമന്ത്രി ഇടപെടണം. നമുക്ക് റോഡ് സുരക്ഷിതമാകണം. അതിനൊരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ്. ഇങ്ങനെ പോയിക്കൂടാ. ഇങ്ങനെ ഇത് പോകുന്നത് വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ഇപ്പൊ 3800ഓളം ഡെത്ത് ഉണ്ടാകുന്നത് അടുത്ത 2 കൊല്ലം കൊണ്ട് അത് 8000 ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. തീർച്ചയായും. അവസാനമായി അഞ്ജലി, ഈ പരിക്കേറ്റ ഗുരുതരാവസ്ഥയിലുള്ള ആ ഒരു കുട്ടിയെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിയൊക്കെ കൺമുന്നിൽ കണ്ട ആളെന്ന നിലയിൽ അവരുടെയൊക്കെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്ക ആ സമയത്ത് തോന്നിയിരുന്നോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഭയങ്കര ദയനീയമായിട്ടായിരുന്നു അതിൻ്റെ അകത്ത്. കാരണം കുഞ്ഞുങ്ങളെല്ലാം ആ മണ്ണിൻ്റെ അടിയിലായിരുന്നു പെട്ടിരുന്നത്. അത് മേളിൽ 1-2 പിള്ളേർ, ഒരു 2 പയ്യന്മാരങ്ങാണ്ടേ മേളിലായിട്ട് കിടപ്പുള്ളായിരുന്നു. അവരെ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റിയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ എല്ലാം മണ്ണിൻ്റെ അടിയിലായിരുന്നു കുഞ്ഞുങ്ങളുള്ളത്. അപ്പോഴാണ് പിന്നെ JCB ഒക്കെ വന്ന് മണ്ണൊക്കെ എടുത്ത് മാറ്റി കുറേ പേര് അങ്ങനെ അങ്ങോട്ടൊക്കെ രക്ഷപ്പെടുത്തി. എന്നെ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് അങ്ങ് മാറ്റിയായിരുന്നു. കാരണം ഞാൻ അത് കണ്ട് പാനിക്കാൻ വേണ്ടി അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു അങ്ങ് മാറാൻ പറഞ്ഞു എന്നെ അങ്ങ് മാറ്റിയായിരുന്നു അവിടെ നിന്ന്. പിന്നെ അപ്പോഴത്തേനും എല്ലാവരും വന്ന് പിന്നെ ബാക്കി രക്ഷാപ്രവർത്തനം എല്ലാം നടത്തി. പിന്നെ മറ്റേ ലോറി ഡ്രൈവർ അടുത്ത് മൊത്തം പെട്ട് കിടക്കുകയാണെന്നൊക്കെയാണ് അറിഞ്ഞത്. കറക്റ്റായിട്ടുള്ള വിവരം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. വളരെയധികം നന്ദി അഞ്ജലി. ഈ അവസ്ഥയിൽ ആ അപകടത്തെക്കുറിച്ച് ഓർത്തെടുത്തതിന് ഒപ്പം നേരത്തെ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച മന്ത്രി ബിന്ദു കൃഷ്ണ നടപടി വേഗത്തിലാക്കും എന്നൊക്കെ നമ്മോട് ഉറപ്പ് നൽകുകയും ചെയ്തു. ഉപേന്ദ്രനാരായണൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഈ സിസ്റ്റം മാറേണ്ടതുണ്ട്. അപ്പോൾ പരിശോധനകൾ ഈ സംഭവത്തിൻ്റെ 3 പേരുടെ ജീവൻ നമുക്ക് തിരിച്ച് നൽകാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഈ അപകടം ഇനി ഉണ്ടാകരുത് എന്ന രീതിയിലേക്ക് നടപടികൾ ശക്തിപ്പെടുത്താൻ ഈ സർക്കാരിന് കഴിയും. ഗതാഗത വകുപ്പുണ്ട്, ആഭ്യന്തര വകുപ്പുണ്ട്, മറ്റ് സംയോജിതമായ എല്ലാ വകുപ്പുകളുടെയും സംയോജിത പ്രവർത്തനത്തിലൂടെ ഈ പരിശോധനകൾ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയെങ്കിൽ മാത്രമേ ഈ ടിപ്പർ അടക്കം ഈ മരണപ്പാച്ചിൽ നടത്തുന്ന വാഹനങ്ങൾക്ക് ബ്രേക്ക് ഇടാൻ കഴിയുകയുള്ളൂ.